ഇന്ന് ലോക ധ്യാന ദിനമാണ്. ഈ ധ്യാന ദിനത്തിൽ നമ്മൾ ധ്യാനം എന്താണ്, ധ്യാനം എങ്ങനെയാണ്, ധ്യാനം എപ്പോഴാണ് ചെയ്യേണ്ടത്, എവിടെ വെച്ചാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞാൽ നന്നായിരിക്കും. ധ്യാനം നാമ സ്വരൂപസ്യ സഹജം ഭാനമുച്യത്തെ എന്നാണ് പറയുക. ധ്യാനത്തെക്കുറിച്ച് ഒട്ടുമിക്ക കാര്യങ്ങളും ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിൽ ധ്യാനയോഗത്തിൽ അല്ലെങ്കിൽ ആത്മസംയമന യോഗത്തിൽ ഭഗവാൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുപോലെ ഉപനിഷത്തുക്കളിലും മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും അവയെ കാണാം. ഒരു വസ്തുവിനെ കുറിച്ചുള്ള നിരന്തരമായ ചിന്തനമാണ് സാധാരണയായി ധ്യാനം എന്ന് പറയാം. അത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഉരുക്കിയ നെയ്യ് ഒഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ എണ്ണ ഒഴുകുന്നത് പോലെ തുടർച്ചയായിട്ട് തൈലധാരവത് ആദ്യധാരയാ സ്വതസാസമം എന്നൊക്കെ പറയും. പരമാത്മാ ധ്യാനമാണ് ധ്യാനത്തിലെ ഏറ്റവും ഉയർന്ന തലമായിട്ട്. അത് തന്നെയാണ് അവനവൻ്റെ ആത്മസ്വരൂപം. അപ്പം അതിനെ അറിയാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അഷ്ടാംഗയോഗത്തിൽ 7-ാമത്തെ പടിയായിട്ടാണ് ധ്യാനത്തെ പറഞ്ഞു വച്ചിട്ടുള്ളത്. ധ്യാനം വാസ്തവത്തിൽ അവനവനെക്കുറിച്ച് ഉള്ള അറിയൽ തന്നെയാണ്. അതിന് മറ്റ് സാധനകളിലൂടെ മുന്നേറണം. ആരാണോ ചിത്തശുദ്ധിയെ നേടുന്നത്, ഉള്ളം ശുദ്ധമാകുന്നത്, അവർക്കാണ് ധ്യാനിക്കാനായി സാധിക്കുക. ഈ ധ്യാന ദിനത്തിൽ ഏവർക്കും ധ്യാനത്തിലേക്ക് കടക്കാനും അതിലൂടെ പരമാത്മ ദർശനം ഉണ്ടാകാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.